ഹായ്. അങ്ങനെ ഞാനും സൂര്യകാന്തി പാടത്തെത്തി. ഇതങ്ങ് തമിഴ്നാട്ടിലൊന്നുമല്ല, തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ സൂര്യകാന്തി പാടവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ കാർഷിക ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൂപ്പാടമാണ്. ഏതായാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സൂര്യകാന്തി പാടത്ത് പോകുന്നതും കാണുന്നതും എല്ലാം. അപ്പോ നല്ല കാറ്റുണ്ട്, പക്ഷെ എന്നിട്ടും അതൊന്നും ഒടിഞ്ഞു വീഴുന്നൊന്നുമില്ല. നല്ല ശക്തിയുണ്ട് തണ്ടുകൾക്കായിട്ട്. പിന്നെ സൂര്യകാന്തി കാഴ്ചയ്ക്ക് ഉള്ള ഭംഗിക്ക് മാത്രമല്ല വളർത്തുന്നത്, അതിൻ്റെ പൂക്കൾക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. പൂക്കളെക്കാളും വിത്തുകൾക്ക്. അതിൻ്റെ വിത്ത് നല്ല പ്രോട്ടീൻ്റെ കലവറയാണ്. അപ്പോൾ അത് വറുത്തൊക്കെ കഴിക്കും, സ്നാക്സ് ആയിട്ട് കഴിക്കും. പിന്നെ ഇത് കൂടാതെ ആ വിത്തിൽ നിന്ന് തന്നെയാണ് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നത്. ഇത് സൺഫ്ലവറിൻ്റെ മൊട്ടാണ് കാണുന്നത്. ആദ്യ സ്റ്റേജിൽ മൊട്ട് വിരിഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നീട് അതിൻ്റെ നടുക്ക് ആ ഒരു വട്ടത്തിൽ ഡിസ്ക് പോലുള്ള ഭാഗത്ത് വിത്ത് വരുന്ന ഭാഗം വലുതായി വലുതായി വരുന്നതനുസരിച്ചിട്ടാണ് ഈ പൂ വിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പച്ച കളറിൽ ഇതെല്ലാം മാറി ഇതളുകൾ കണ്ടു തുടങ്ങും. ഇതളുകളുടെ പിൻവശമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ വളർന്ന് 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 അടുത്ത സ്റ്റേജിലേക്ക് വരും. കണ്ടോ, ഇതളുകൾ വിരിഞ്ഞു തുടങ്ങി. പക്ഷെ ഇപ്പം ആ മഞ്ഞ കളറിലെ ഇതളുകൾക്ക് വലിയ വലിപ്പമൊന്നുമില്ല. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴുമാണ് ഇത് വലിപ്പം വെച്ച് വരുന്നത്. അതിനുശേഷം ഈ പൂമ്പൊടി ആദ്യം പുറത്ത് ഒരു വട്ടമാണ് വിരിയുന്നത്, പിന്നെ അകത്തേക്കുള്ളത് വിരിഞ്ഞ് വിരിഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്ന് വന്ന് ഇത് മൊത്തം വിരിയും. ഇത് കുറേ ദിവസം എടുക്കും പൂക്കൾ വിരിയാനായിട്ടും വിരിഞ്ഞ് അത് മുഴുവൻ തീരാനായിട്ടും എല്ലാം. ഈ സ്റ്റേജൊക്കെ ആവുമ്പോഴത്തേക്കും പൂക്കൾ മുഴുവൻ വിരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വിത്തുകൾ പാകമായി വരണം. ധാരാളം തേനീച്ചകളും വണ്ടുകളും ഒക്കെ വരുന്നത് കൊണ്ട് കൃഷിസ്ഥലത്തിന് ചുറ്റുമായിട്ടും പലപ്പോഴും സൂര്യകാന്തികൾ നട്ടു വളർത്താറുണ്ട്. അപ്പം പോളിനേഷൻ കൂടുന്നത് കൊണ്ട് വിളവ് കൂടുതൽ കിട്ടും. മലക്കറികളൊക്കെ കൃഷി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സൂര്യകാന്തി. ഇത് ഇപ്പൊ ഏകദേശം വിരിഞ്ഞെല്ലാം തീർന്ന് ഇതളുകൾ ഉണങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ പല സ്റ്റേജിലുള്ളതാണ് അവിടെ ഞാൻ കണ്ടത്. പൂർണ്ണമായും ഉണങ്ങിയ സ്റ്റേജൊന്നും വന്നിട്ടില്ല. ചെടികളെല്ലാം മെച്ചുറായി വരുന്നതേ ഉള്ളൂ. ഏതായാലും മനോഹരമായ ഒരു കാഴ്ചയാണ്. എനിക്കിത് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും ഉണ്ട്. നോക്കൂ, അതിനകത്ത് തേനീച്ച ഇരിക്കുന്നത് കണ്ടോ? ഇഷ്ടം പോലെ തേനീച്ചകളുണ്ടായിരുന്നു, ഇഷ്ടം പോലെ. അപ്പൊ നിങ്ങൾക്കും ഈ കാഴ്ച ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.